ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയെയാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിക്കൊണ്ട് ആരാധകരെല്ലാവരും വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് മുഖ്യ പരിശീലകനെ പുറത്താക്കിയിട്ടുണ്ട്. ഒരു പുതിയ പരിശീലകനെ നിയമിക്കാൻ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനകത്തുണ്ട്. നിരന്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കിക്കൊണ്ട് മഞ്ഞപ്പട തങ്ങളുടെ ആ ഒരു പ്രൊട്ടസ്റ്റ് ഇപ്പോൾ നാൾക്കുനാൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഞ്ഞപ്പട പുറത്തിറക്കിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. കൂടാതെ നടപടി എടുക്കേണ്ട കാര്യങ്ങളിൽ ഒരു കൃത്യമായ നിർദ്ദേശങ്ങളും അവർ നൽകുന്നുണ്ട്. അവരുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വിശദമായി കൊണ്ടൊന്ന് പരിശോധിക്കാം. ആദ്യം 8 ചോദ്യങ്ങളാണ് വരുന്നത്. ആ ചോദ്യങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം: വിജയങ്ങൾ നേടണമെങ്കിൽ വ്യക്തമായ പ്ലാനിങ്ങും മൈൻഡ് സെറ്റും വേണം. അത് നേടിയെടുക്കാൻ ആവശ്യമായ ലീഡർഷിപ്പും ടാക്ടിക്കൽ ഡയറക്ഷനും അത് നമ്മുടെ ക്ലബിനകത്തുണ്ടോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം: നിർണായക സമയങ്ങളിൽ മുന്നോട്ട് കയറി വരാൻ ആവശ്യമായ താരങ്ങൾ നമുക്കുണ്ടോ? മത്സരം മാറ്റിമറിക്കാൻ കഴിവുള്ള താരങ്ങളുടെ അഭാവം നമ്മുടെ ടീമിനകത്തുണ്ട്. സ്ക്വാഡ് ഡെപ്ത് എവിടെയാണ്? ഗെയിം ചേഞ്ചേഴ്സ് എവിടെയാണ്? ഇനി മൂന്നാമത്തെ ചോദ്യം: ഒരുപാട് പരിക്കുകൾ. ആ പരിക്കിൽ നിന്ന് മുക്തരാവാൻ ഒരുപാട് സമയം ആവശ്യമായി വരുന്നു. നമ്മുടെ മെഡിക്കൽ റീഹാബിലിറ്റേഷൻ്റെ അവസ്ഥ എന്താണ്? ഇനി നാലാമത്തെ ചോദ്യം: പരിക്കുകൾ തടയാൻ കഴിയുന്നില്ല. താരങ്ങളിൽ പലർക്കും ഫിറ്റ്നസ് ഇല്ല. ഫിറ്റ്നസ് മാനേജ്മെന്റിൽ പ്രൊഫഷണലിസത്തിന്റെ കുറവാണ് കാണാൻ കഴിയുന്നത് എന്നാണ് ഇതിലൊക്കെ ഒരു നിലവാരം കാണാൻ കഴിയുക. അഞ്ചാമത്തെ ചോദ്യം: മികച്ച ഇന്ത്യൻ താരങ്ങളെ സ്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു കോമ്പറ്റീറ്റീവ് ടീം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു സ്കൗട്ടിംഗ് ടീം തന്നെയാണോ നമ്മുടെ കൂടെയുള്ളത്? ഇനി ആറാമത്തെ ചോദ്യം: ഒരു ചാമ്പ്യൻ ടീം എല്ലാ ടൂർണമെൻറ്റുകളെയും വളരെ ഗൗരവത്തോടു കൂടിയാണ് സമീപിക്കുക. ഡ്യൂറൻഡ് കപ്പിലും സൂപ്പർ കപ്പിലും ഒക്കെ നമ്മൾ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അത് നമ്മുടെ തയ്യാറെടുപ്പിൻ്റെ ഒരു അഭാവമല്ലേ? ഇനി ഏഴാമത്തെ ചോദ്യം: എവിടെയാണ് പുരോഗതിയും അതുപോലെ തന്നെ വിജയങ്ങളും? എത്ര കാലമായി ഇതുണ്ടാകുമെന്ന് പറയാൻ തുടങ്ങിയിട്ട്? എട്ടാമത്തെ ചോദ്യം: പല പ്രധാനപ്പെട്ട പൊസിഷനുകളിലും പരിചയസമ്പത്തുള്ള മികച്ച താരങ്ങളുടെ അഭാവം നിഴലിച്ച് കാണുന്നുണ്ട്. ഇത് നികത്താൻ എന്തുകൊണ്ടാണ് മടി കാണിക്കുന്നത്? ഇങ്ങനെ 8 ചോദ്യങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനോട് ഇപ്പോൾ മഞ്ഞപ്പട ചോദിച്ചിട്ടുള്ളത്. ഇനി കുറച്ച് നിർദ്ദേശങ്ങൾ അവർ കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകുകയും ചെയ്യുന്നുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ നിർദ്ദേശം: മികച്ച ഇന്ത്യൻ താരങ്ങളെ വിൽക്കുന്നു, എന്നാൽ അതിനൊത്ത പകരക്കാരെ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ല. ഇതിന് അടിയന്തരമായി ഒരു പരിഹാരം കാണണം. രണ്ടാമത്തെ നിർദ്ദേശം: ടീമിനകത്ത് ചാമ്പ്യൻ മെൻറ്റാലിറ്റി ആവശ്യമാണ്. ഒരു മിഡ് ടേബിൾ ടീമിനെയല്ല ഞങ്ങൾക്ക് ആവശ്യം. മൂന്നാമത്തെ നിർദ്ദേശം: നിങ്ങൾ പൊള്ളയായ വാഗ്ദാനങ്ങൾ ഓരോ വർഷവും നൽകുന്നു. ഞങ്ങൾക്ക് വാഗ്ദാനങ്ങളല്ല വേണ്ടത്, മറിച്ച് പ്രവൃത്തികളാണ് വേണ്ടത്. ഇനി നാലാമത്തെ നിർദ്ദേശം: ജനുവരി ട്രാൻസ്ഫർ ജാലകം മികച്ചതായിരിക്കണം. 5 ഇന്ത്യൻ സ്ക്വാഡ് ദുർബലമാണ്, അതിൽ അടിയന്തരമായി കൊണ്ട് പുരോഗതി ഉണ്ടാക്കണം. ആറാമത്തെ നിർദ്ദേശം: പ്രധാനപ്പെട്ട പൊസിഷനുകളിലേക്ക് താരങ്ങളെ കൊണ്ടുവരണം. നല്ല ലീഡർമാരായിട്ടുള്ള താരങ്ങളെ കൊണ്ടുവരണം. ഏഴാമത്തെ നിർദ്ദേശം: ആരാധകരെ ക്ലബ്ബ് മാനേജ്മെന്റ് മനസ്സിലാക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് അത് റിസൾട്ടുകളാണ്. ആ റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കണം. ഇത്രയും നിർദ്ദേശങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് ഇപ്പോൾ മഞ്ഞപ്പട നൽകിയിട്ടുള്ളത്. വളരെ വ്യക്തമാണ്. ടീമിൻ്റെ ദൗർബല്യങ്ങൾ എല്ലാം പരിഹരിക്കണം. അതിനു വേണ്ടി വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ആവശ്യമായ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്ന് കർശനമായി കൊണ്ട് ഇപ്പോൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മഞ്ഞപ്പട. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.